ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ ആയിട്ടുള്ള അനുമോൾക്ക് പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അതായത് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് PR കുറിച്ചിട്ടാണല്ലോ ഇപ്പം ചർച്ച നടക്കുന്നത്. അപ്പൊ അനുമോൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകരാണ് എന്റെ PR എന്നാണ്. പ്രേക്ഷകരാണ് PR. കുറെ പേര് പറയുന്നുണ്ട് എന്ത് PR വെച്ചിട്ടാണ്. PR ഇല്ലാത്ത ഒരൊറ്റ മത്സരാർത്ഥി പോലും ഇല്ല. അത് ഞാൻ കുറെ തവണ ഞാൻ പറയുന്നു, PR വെച്ചിട്ട് ജയിക്കാനാവില്ല. അതിനുള്ളിൽ കണ്ടന്റ് കൊടുക്കാണ്ട് ജയിക്കാനാവില്ല. കുറെ പേര് പറയുന്നുണ്ട് PR ആണ്. അതൊക്കെ വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ്. അനുമോൾ കഷ്ടപ്പെട്ട് കണ്ടന്റ് കൊടുത്ത് അത് ജയിച്ചു. അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. എന്തായാലും അനുമോൾക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമോളാണ്. ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ഞാൻ പോയ ടൈമിൽ എന്താ പറയുക, ആ ഷോ തുടങ്ങി ഫസ്റ്റ് ഡേ തന്നെ എന്ന് നിങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയായിട്ട്, ഒരു അനിയത്തിയോ ചേച്ചിയോ മകൾ ആയിട്ട് എന്നെ നിങ്ങൾ കണ്ടു. നിങ്ങൾ അന്ന് മുതൽ ഈ 100 ദിവസം വരെ ഞാൻ നിന്നു. ആ 100 ദിവസം വരെ എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോഴാണ് അറിയുന്നത്. ഒരുപാട് പേര് ഉറക്കൊഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് ഒരുപാട് അഭിമാനം ആ ഒരു കാര്യം തോന്നുന്നുണ്ട്. എന്നെ സ്നേഹിക്കാൻ, എന്നെ നന്നായിട്ട് അറിഞ്ഞിട്ട്, കാരണം എന്നെ അറിയാത്തവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അവരെന്നെ നന്നായിട്ട് മനസ്സിലാക്കിയെന്ന്. കാരണം 24 മണിക്കൂറും ഈ ഒരു എപ്പിസോഡ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പല ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട്, നിങ്ങളുടെ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട്, നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയൊക്കെ എന്താ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾ ശരിക്കും എനിക്ക് വേണ്ടിയിട്ടാണ് ആ ടൈം കളയുന്നത് തന്നെ. എന്തായാലും ഒരുപാട് സന്തോഷം, അഭിമാനം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. എന്താ പറയുക, ഇത്രയും ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് തന്നതാട്ടോ. ഇത്രയും എന്നെ സ്നേഹിച്ച് ഇവിടം വരെ എത്തിച്ചത്. പിന്നെ പ്രവാസികളെ നോക്കുകയാണെങ്കിൽ, പ്രവാസികൾക്ക് എന്താ പറയുക, ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്കറിയാവുന്ന അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അവിടെയൊക്കെ നമ്പരൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, നമുക്ക് അയച്ചു തരാറുണ്ട്. അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുകയും അതൊക്കെ എനിക്ക് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് എപ്പോഴും സ്നേഹം മാത്രം കേട്ടോ, എല്ലാവരോടും സ്നേഹം മാത്രം. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെയുള്ളവരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്. നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ഉറപ്പായിട്ടും നല്ലത് ചെയ്താൽ നല്ലതേ വരുള്ളൂ. എനിക്ക് സങ്കടം വന്നു, ഞാൻ നിങ്ങൾക്കറിയാം. അപ്പം ഞാനവിടെ ബിഗ് ബോസിൽ ഞാൻ ജെന്യുനായിട്ടാണ് നിന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഞാൻ അറിഞ്ഞ കാര്യമാണ്, ഞാൻ സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുന്നു, ഞാൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു, ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങളും ചിരിക്കുന്നു, ഞാൻ തമാശ പറയുമ്പോൾ നിങ്ങളും തമാശ പറയുന്നു. അത് അറിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും എനിക്ക് നിങ്ങളൊക്കെ കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് കാണണം എല്ലാവർക്കും. പ്രവാസികളാണെങ്കിൽ പോലും ഉറപ്പായിട്ടും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഈ വീട്ടിൽ വരാം. ഞാൻ എവിടെ ഉണ്ടെങ്കിലും എൻ്റെ പറയുന്ന പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് കാണണം. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്കിത് കിട്ടുമെന്നുള്ളത്. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്നെ വോട്ട് ചെയ്ത് എന്നെ എത്തിച്ച PR എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. ശരിക്കും അതും എനിക്കൊരുപാട് പ്രൗഡ് തോന്നുന്നുണ്ട്. എനിക്ക് സ്നേഹം മാത്രം കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ പ്രേക്ഷകരാണ് എന്റെ PR. അനുമോൾ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് PR ഉണ്ടെന്ന് പറഞ്ഞു. പലരും പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. PR ഇല്ലാത്ത ഒരൊറ്റ മത്സരാർത്ഥി ഇല്ല. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, PR എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും, ഒന്നുകിൽ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനും ഇതും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ 15-16 ലക്ഷം ഒന്നും PR കൊടുക്കാൻ പറ്റില്ല. മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം ഇല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയെ പറ്റുള്ളൂ. എന്തായാലും അനുമോള് പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകരാണ് എൻ്റെ PR എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ജയിച്ചിരിക്കുന്നത്. നല്ല വോട്ടിങ്ങിന്റെ ഡിഫറൻസിൽ തന്നെയാണ് ജയിച്ചത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ജയിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് അവർ PR കൊണ്ടാണ് ജയിച്ചത്, ആ തരത്തിലുള്ള ഒരു കമന്റിനോട് എനിക്ക് യോജിപ്പില്ല. അത് അനീഷ് ഫാൻസ് ആയിക്കോട്ടെ, ഷാനവാസ് ഫാൻസ് ആയിട്ട് ആരും അതിനുവേണ്ടി മുതിരാണ്ടിരിക്കുക. അവരവർക്ക് അവരുടേതായിട്ടുള്ള ജനപിന്തുണയുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രേക്ഷകരോടും എനിക്ക് അതേ പറയാനുള്ളൂ. നമ്മൾ ആരുടെയും PR ഇല്ല. ഇനിയിപ്പോൾ നാളെ പറയും നീ അവൻ്റെ PR അല്ലേ, നീ അനീഷിൻ്റെ PR അല്ലേ, നീ അനുമോളിൻ്റെ PR അല്ലേ. ഇവിടെ PR-ന്റെ കാര്യമില്ല. നല്ല ചെയ്യുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ അനുമോൾ അവിടെ കളിച്ച് തന്നെയാണ് ജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നല്ല വോട്ട് കിട്ടിയിട്ട് തന്നെയാണ് ജയിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് പറയാന്നുള്ളതെന്ന് വെച്ച് കമന്റിൽ ഇടുക. അപ്പം ഞാനത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ്. ടാറ്റാ ബൈ.